ഹലോ നമസ്കാരം. അപ്പോൾ പുതിയൊരു ഹോം തിയേറ്റർ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഒറ്റപ്പാലത്താണ്. ഒറ്റപ്പാലത്തുള്ള ശ്രീജിത്ത് ബ്രോയുടെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മുടെ ഹോം തിയേറ്ററിന്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു ഹോം തിയേറ്ററിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമ്മൾ അധികം വലിപ്പിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യത്തിലേക്ക് വരാം. അപ്പോൾ ഈ ഒരു തിയേറ്ററിന്റെ റൂം സൈസ് എന്ന് പറയുന്നത് 19 അടി നീളവും അതേപോലെ തന്നെ 14 അടി വീതിയും 19-14 റൂം സൈസിലാണ് നമ്മൾ ഈ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോം തിയേറ്ററിൽ യൂസ് ചെയ്തിട്ടുള്ള AVR എന്ന് പറയുന്നത് ഡാനോൺ ബ്രാൻഡിൽ വരുന്ന 18007.2 ചാനൽ 8K റിസീവറാണ്. അപ്പോൾ അതേപോലെ തന്നെ സ്പീക്കർ പാക്കേജ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ പോൾക്കിന്റെ സ്പീക്കർ പാക്കേജ് ആണ്. പോൾക്കിന്റെ ES50 എന്നുള്ള 2 ഫ്ലോർ സ്റ്റാൻഡിംഗ് സ്പീക്കറും ES30 എന്നുള്ള സെൻട്രൽ ചാനൽ സ്പീക്കറുമാണ് നമ്മൾ LCR ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നേരെ നമുക്ക് സബ്വൂഫറിലേക്ക് വരികയാണെങ്കിൽ പോൾക്കിന്റെ തന്നെ ഏറ്റവും സഫിഷ്യന്റ് ആയിട്ടുള്ള ഏറ്റവും സൂപ്പർ ആയിട്ടുള്ള HDS 2 നമ്മൾ പലരുടെയും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ HDS 2 12 ഇഞ്ചിന്റെ സബ്വൂഫറാണ്, ആക്റ്റീവ് സബ്വൂഫറാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇനി മീഡിയ പ്ലെയറിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ 4K ഡിവൈസിന് വേണ്ടിയിട്ട് ഡ്യൂൺ 4K എന്നുള്ള ഹോമാറ്റിക്സ് ബോക്സ് ആണ് നമ്മൾ മീഡിയ പ്ലെയറായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ എല്ലാ വീഡിയോയിലും പറയുന്ന 2 UPS നമ്മൾ പ്രൊട്ടക്ഷൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സറൗണ്ടിങ് സ്പീക്കേഴ്സിൽ വരികയാണെങ്കിൽ പോൾക്കിന്റെ MX250 എന്നുള്ള ബുക്ക് സ്പീക്കറാണ് നമ്മൾ സറൗണ്ടിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. 1 പെയറാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് ഇനി അറ്റ്മോസ് നോക്കുകയാണെങ്കിൽ RC60 എന്ന് പറഞ്ഞിട്ടുള്ള പോൾക്കിന്റെ തന്നെ സ്പീക്കറാണ് നമ്മൾ അറ്റ്മോസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പീക്കർ പാക്കേജിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ പ്രൊജക്റ്റിലേക്ക് വരണമെങ്കിൽ എപ്സൺ ബ്രാൻഡിൽ വരുന്ന 6250 4K UHD പ്രൊജക്ടറാണ് നമ്മൾ ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ഒരു 4K പ്രൊജക്ടറും. അതേപോലെ തന്നെ നമുക്ക് സ്ക്രീൻ സൈസ് 133 ഇഞ്ചിന്റെ ഫിക്സ്ഡ് സ്ക്രീനാണ് നമ്മൾ ഈ ഒരു തിയേറ്റർ പാക്കേജിൽ കൊടുത്തിട്ടുള്ളത്. സൂര്യ ബ്രാൻഡിൽ വരുന്ന 133 ഇഞ്ചിന്റെ ഫിക്സ്ഡ് സ്ക്രീൻ പല ഇന്ത്യയിലും മറ്റുള്ള സ്ക്രീൻ തന്നെയാണ്. ഇനി നമുക്ക് ഇതിന്റെ ഒരു അക്വസ്റ്റിക് ആൻഡ് ഇന്റീരിയർ സൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ സിംഗിൾ ലെയർ ആയിട്ടുള്ള പോളിഫോം സിന്തറ്റിക് വോൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഫാബ്രിക് സിസ്റ്റം ആയിട്ടുള്ള അക്വസ്റ്റിക് ആണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഫ്ലോറിലേക്ക് വരണമെങ്കിൽ നമ്മൾ റിബിഡ് കാർപ്പറ്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിലൊരു ഡാർക്കിഷ് തീമിലാണ് നമ്മൾ തിയേറ്റർ ചെയ്തിട്ടുള്ളത്. ചെയർ മാത്രം നമ്മളൊരു ഡാർക്ക് ബ്രൗൺ തീമിലാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ തിയേറ്റർ മൊത്തം ആംബിയന് വേണ്ടിയിട്ട് ഗാലക്സിയിലേക്ക് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാ തിയേറ്ററിലും ചെയ്യുന്ന പോലെ ഗാലക്സിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയർ പാക്കേജിലേക്ക് വരണമെങ്കിൽ 4 പുഷ് ബാക്ക് ചെയർസ് ആണ് നമ്മൾ ബാക്ക് റോയിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരണമെങ്കിൽ നമ്മൾ സോഫ ലോഞ്ചറിന്റെ 2 സീറ്ററിന്റെ ഒരു സോഫ ലോഞ്ചറും അതേപോലെ തന്നെ 2 സീറ്ററിന്റെ ഒരു സോഫയും നമ്മൾ കസ്റ്റമൈറ്റ് മേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ടോട്ടൽ 8 ചെയർസ് ആണ് നമ്മൾ ഈ ഒരു പാക്കേജിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെയാണ് ഈ ഒരു തിയേറ്ററിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി നമ്മുടെ ഇതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ടാണ് നമ്മളെ കോൺടാക്ട് ചെയ്ത് ഇതുപോലെ തിയേറ്റർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ പുള്ളിയുടെ ബഡ്ജറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമ്മുടെ നമ്പർ എന്തായാലും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ ഒരു തിയേറ്റർ വീട്ടിൽ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയും ഈ ഒരു തിയേറ്ററും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ നമ്പർ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് എന്താ പറയുക, മറ്റൊരു തിയേറ്ററിന്റെ വിശേഷങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.